മനുജ, നമ്മൾ ഈ ചർച്ച തുടങ്ങും മുമ്പേ മനുജയ്ക്ക് ഒരു ചിരി ഉണ്ടായിരുന്നു. അതായത് ഞാൻ ചുമ്മാ സൂചിപ്പിച്ചു ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകും എന്ന് പറയുന്നുണ്ട്. അപ്പം മനുജ അതിനെ എന്ത് പറയുന്നുണ്ട്, പോകുമെന്നാണ് മനുജയുടെ അഭിപ്രായം. ഞാൻ പറയുന്നു പോകില്ല എന്ന് പറഞ്ഞു. അപ്പം സ്വാഭാവികമായിട്ട് കേൾക്കുന്ന ആൾക്ക് ചിരി വരുന്നുണ്ട്. കാരണം ഈ അന്തരീക്ഷത്തിൽ ഇത് കുറെ കാലം കൊണ്ട് നടക്കുന്നതാണല്ലോ. അപ്പം പോകുമോ ഇല്ലയോ, ഒരു തേങ്ങ ഉടയ്ക്കുമോ ഇല്ലയോ എന്ന് പറയും പോലെ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഘട്ടത്തിൽ എന്താണ് തോന്നുന്നത് മനുജയ്ക്ക് ഇപ്പോൾ? കാരണം ഇപ്പം നിർണായക പ്രഖ്യാപനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ശശി തരൂർ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കറക്റ്റായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് തന്നെ കുത്തലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. എന്താണ് തോന്നുന്നത്? ശരത്തെ, എന്താ വെച്ചാൽ ഈ ശശി തരൂർ എന്ന് പറയുന്ന ആൾ വളരെ പൊട്ടൻഷ്യൽ. നമ്മൾ അദ്ദേഹത്തെ ഇനി പ്രൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് അദ്ദേഹം ആരാണ് എന്താണെന്നുള്ള കാര്യം. അദ്ദേഹം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അദ്ദേഹത്തെ ഉൾക്കൊള്ളാനുള്ള വലിപ്പമില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ശശി തരൂരിന് ഇപ്പോൾ ഒരു അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ശശി തരൂർ ഒരു വിശ്വപൗരനാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിലേക്ക് അദ്ദേഹത്തിന് എൻട്രി ലഭിക്കുന്നത്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിലേക്ക് അംഗത്വം എടുക്കുക അല്ലെങ്കിൽ കോൺഗ്രസിലേക്ക് എത്തുകയും ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഒരു മൾട്ടി ഡയമെൻഷനിലുള്ള ഒരു വളർച്ച ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹത്തിനെ പലതരത്തിൽ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതൃത്വത്തെയാണ് കാണുന്നത്. പക്ഷേ പഹൽഗാം അറ്റാക്കും അല്ലെങ്കിൽ റീസെൻ്റ്ലി ശശി തരൂർ നടത്തുന്ന കുറേയധികം വിഷയങ്ങളിലുള്ള വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ പാടവത്തോടു കൂടിയുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന് പ്രത്യേകിച്ച് മോദിക്ക് അനുകൂലമായി വന്നവയാണ്. അതുകൊണ്ട് മാത്രം അദ്ദേഹം BJP-യിലേക്ക് പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് വ്യക്തി എന്ന നിലയിൽ അദ്ദേഹം വളരാനും പടരാനും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് അദ്ദേഹത്തിന് കോൺഗ്രസിനേക്കാൾ നല്ലൊരു സ്പേസ് അത് BJP ആണ് അല്ലെങ്കിൽ NDA പാളയമാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ഉള്ളത് കൊണ്ട് മാത്രം, അതായത് അദ്ദേഹത്തിൻ്റെ വിശ്വപൗരൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാലിബർ മനസ്സിലാക്കി അത് അഡ്രസ്സ് ചെയ്തത് കൊണ്ട് മാത്രമാണ് സർവകക്ഷി സംഘത്തിൽ വളരെ പ്രധാനപ്പെട്ട അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് ശശി തരൂരിന് പോകണം, ആ സംഘത്തെ ശശി തരൂർ നയിക്കണമെന്ന് BJP-ക്ക് ശാഠ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ പോകുമെന്ന് തന്നെയാണ് മനസ്സിലാകുന്നതാണ് എൻ്റെ പോയിന്റ് നമ്പർ 1. ശരത്തിന് ഇതിനെ ഡിഫെൻഡ് ചെയ്യാം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് നമ്മൾ എന്താ പറയാനാണ് ഈ ഒരു കാര്യത്തിൽ നമ്മൾ ശശി തരൂരിന്റെ ഇപ്പോഴത്തെ നിലപാട് വെച്ച് മാത്രം നമ്മൾ ഇതിനെ അളക്കേണ്ടതില്ല. നമുക്ക് ശശി തരൂരിന്റെ രാഷ്ട്രീയ പ്രവേശനം കേരളത്തിലേക്ക് പ്രത്യേകിച്ച് 2008 മുതൽ ഉണ്ടായതാണ്. അതിനുശേഷം അപ്പോൾ മുതൽ തന്നെ ശശി തരൂരിന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ഇതിനേക്കാട്ടി തീവ്രമായ ആരോപണങ്ങൾ നേരിട്ട സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ രാജ്യസ്നേഹത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ച് രാഷ്ട്രീയ പാർട്ടി മാറുന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു രീതികൾ കോൺഗ്രസിനോട് യോജിച്ചാണ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഗാന്ധിയ ആദർശങ്ങളെ വിശ്വസിക്കുന്ന ഒരാളാണ്. കുടുംബപരമായിട്ട് കോൺഗ്രസ് അനുഭവം ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളാണ് ശശി തരൂരിനെ ഇതിനകത്ത് നിലനിർത്തിയത്. മാത്രമല്ല വിവാദങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ നമുക്ക് പല രീതിയിലും വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു ശശി തരൂർ. എനിക്ക് തോന്നുന്നു 2014 മറ്റോ കൊണ്ടാണെന്ന് തോന്നുന്നു പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകയെ മെഹർ തറാറുമായിട്ടൊരു ഉണ്ടെന്ന് BJP ആണ് ശക്തമായ ആരോപണം ഉന്നയിച്ചത്. അതിനുശേഷം സുനന്ദ പുഷ്കറുമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുന്നു. അതിനെല്ലാം തന്നെ വലിയ രീതിയിലാണ് BJP അദ്ദേഹത്തെ ആക്രമിച്ചത്. അപ്പോഴും കോൺഗ്രസിന് സ്വയം കുത്തലുകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ശശി തരൂർ അതിനെല്ലാം അതിജീവിച്ചു. മാത്രമല്ല അതിന് ഒരു പാർട്ടിയുടെ ഒരു ഒത്തൊരുമയോടെ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. 2018 തോന്നുന്നു അതിന്റെ കേസൊക്കെ പിന്നെ തീർപ്പായി. അങ്ങനെ ശശി തരൂർ കൃത്യമായിട്ട് പോകുന്നു. മാത്രമല്ല അദ്ദേഹം നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം എപ്പോഴും പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഞാൻ ഹിന്ദുവാണ്, അതുപോലെ തന്നെ ദേശീയവാദിയാണ്, എന്നാൽ ഹിന്ദു ദേശീയവാദി അല്ല എന്ന് പറയുന്നുണ്ട്. അതിൽ തന്നെ വ്യക്തമാണ് അദ്ദേഹത്തിന്റെ എത്രത്തോളമാണ് രാഷ്ട്രസ്നേഹം അല്ലെങ്കിൽ രാജ്യസ്നേഹം ഉള്ളത്. അതിനകത്ത് രാഷ്ട്രീയ പാർട്ടി മാറേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നെല്ലാം തന്നെ അതിൽ തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഇത് മാറേണ്ട ആവശ്യമില്ല. അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയി അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒരു പാർട്ടിയുടെ ആവശ്യമില്ല, ബാക്ക് സപ്പോർട്ടും ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെതായ നിലയിൽ തന്നെ അദ്ദേഹം പ്രശസ്തനാണ്. അത് ഇനിയും അദ്ദേഹത്തിന് അതൊക്കെ സാധ്യമാവുകയും ചെയ്യും. പക്ഷെ അവിടെ ഒരു പ്രശ്നമില്ലേ ശരത്? അതായത് അദ്ദേഹത്തിന് ഈ തരത്തിൽ അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യലിനനുസരിച്ചുള്ള ഗ്രോത്ത് കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചിട്ടില്ല എന്ന കാരണത്തിനകത്ത് ശരത്തിന് എന്തെങ്കിലും തർക്കമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മാത്രമല്ല അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, വിഴിഞ്ഞം പോർട്ടിന്റെ ഉദ്ഘാടന സമയത്ത് അവിടെ ഉമ്മൻചാണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു വലിയ എസ്റ്റാബ്ലിഷ്മെന്റ് ആയിരുന്നു വിഴിഞ്ഞമെന്നും, എന്നാൽ ഉമ്മൻചാണ്ടിയുടെ യാതൊരു തരത്തിലുള്ള റെപ്രസെൻറ്റേഷൻസും വിഴിഞ്ഞത്തില്ലെന്ന് പറഞ്ഞിട്ട് പോലും പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള ആളുകൾ പൂർണ്ണമായ അർത്ഥത്തിൽ വിഴിഞ്ഞം സീപോർട്ടിന്റെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി വരുന്ന ലോഞ്ചിങ് ബഹിഷ്കരിക്കുന്ന സാഹചര്യത്തിലും ശശി തരൂർ സ്റ്റേറ്റിലുണ്ടായിരുന്നു. അതായത് ശശി തരൂരിന് പാർട്ടിക്കപ്പുറമായി ഈ കേന്ദ്ര സർക്കാരിനോടൊരു കൈകൊടുക്കൽ, അത് വിസിബിൾ അല്ലേ? അതിനെ നമുക്ക് അങ്ങനെ തള്ളിക്കളയാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഞാൻ ഇപ്പോൾ അദ്ദേഹം നേരത്തെ പറയുന്നത് എല്ലാ കാര്യങ്ങളും അങ്ങനെയാണെങ്കിൽ പറയണമല്ലോ.
അദ്ദേഹം മോദിയെ അത് മാത്രമല്ല ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന വേറെ കാര്യങ്ങളുണ്ട്. ഇവിടെ ശശി തരൂരിനെ മോദിയോട് മാത്രമല്ല, അദ്ദേഹം നേരത്തെയും ഇക്കാര്യങ്ങളിലെല്ലാം തന്നെ പ്രകീർത്തിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് എങ്ങനെയാണ് നേരത്തെ ഇപ്പം പിണറായി വിജയൻ സർക്കാർ അധികാരമേറ്റതിന് ശേഷം അദ്ദേഹത്തെ പ്രകീർത്തിച്ചിട്ടുണ്ട്, മോദി സർക്കാർ വന്നപ്പോഴും പ്രകീർത്തിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനങ്ങളും ശശി തരൂർ ഉന്നയിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം മറ്റത് നേരത്തെ പറയാം, നമുക്കൊരു സ്റ്റേജിൽ എത്രത്തോളം പ്രസംഗിക്കാൻ പറ്റും, അനുവാദമുണ്ട്, പ്രധാനമന്ത്രി ഇരിക്കുന്ന ഒരു സ്റ്റേജ്, അപ്പം എത്രത്തോളം അതിനകത്ത് സമയക്രമീകരണങ്ങൾ ഉണ്ടാകും, അതൊക്കെ കൊണ്ട് ചിലപ്പം അബദ്ധത്തിൽ പറയാതെ പോയതാക്കാം. അതുകൊണ്ട് മാത്രം നമുക്കിതിനകത്ത് ശശി തരൂർ ഉമ്മൻചാണ്ടി പ്രകീർത്തിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഉമ്മൻചാണ്ടി ഈ സോളാർ വിഷയത്തിലടക്കം വലിയ രീതിയിൽ ഈ ഒരു പ്രശ്നങ്ങളിൽ ഇടപെട്ടപ്പോഴും ശശി തരൂർ അദ്ദേഹത്തിന് കൈത്താങ്ങായി ഒരുപാട് പ്രസ്താവനകൾ അറിയിച്ചെത്തിയിട്ടുള്ള ഒരാൾ കൂടിയാണ്. അദ്ദേഹത്തിന് ഒരു പഠനപ്പണക്കമോ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഇപ്പം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, അദ്ദേഹത്തിനെ എതിർക്കുന്നവരുണ്ട്, അതൊക്കെ നേരത്തെ തന്നെ അദ്ദേഹത്തിന് പരസ്യമായിട്ട് പറയാൻ ചേർന്നു. അദ്ദേഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ മാത്രമേ ശശി തരൂർ വ്യക്തമായിട്ട് ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെ കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പറയുന്നത് പ്രതിപക്ഷം പൂർണ്ണമായി ബഹിഷ്കരിക്കുകയാണ്. ഹീസ് പാർട്ട് ഓഫ് പ്രതിപക്ഷം അല്ലേ, എന്നിട്ടും അദ്ദേഹം ആ സ്റ്റേജിൽ റെപ്രസെന്റ് ചെയ്തു എന്നിടത്താണ് ഞാൻ പറയുന്നത് പാർട്ടിക്കപ്പുറമായി ഒരു കൈകൊടുക്കൽ അത് BJP-യോട് ഇല്ലേ? അതിപ്പോ ഈയിടെ കൊണ്ട്, അതായത് കുറച്ച് അജിറ്റേറ്റഡ് അല്ലേ ശശി തരൂർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ശശി തരൂരിന് വളരെ അധികം നാളുകളായി, അദ്ദേഹം തുടർച്ചയായി ഇവിടുത്തെ തിരുവനന്തപുരത്തെ MP ആണ്, നമ്മൾ തലസ്ഥാന നഗരിയിൽ താമസിക്കുന്ന ആളുകളാണ്. അദ്ദേഹത്തിനെ കൊണ്ടാവുന്ന രീതിയിലൊക്കെയുള്ള വികസനവും മാത്രമല്ല അദ്ദേഹം ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം ഡെഫിനറ്റ്ലി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് തുടർച്ചയായിട്ട് MP സ്ഥാനം, വിദേശകാര്യ സഹമന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി ശശി തരൂരിനൊരു പദവിയിലേക്ക് കൊണ്ടുവരാൻ പോലും കോൺഗ്രസിന് സാധിക്കാത്ത തരത്തിൽ ഇപ്പം വിദേശ കാര്യങ്ങളിൽ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധങ്ങളിൽ അല്ലെങ്കിൽ മോദിയുടെ ഞാൻ എക്സാക്ട്ലി പറയുന്നത് BJP എന്നല്ല, അതായത് മോദിയുടെ നയതന്ത്ര ബന്ധങ്ങളിലൊക്കെ അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്ന ഒരു നേതാവായിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ശശി തരൂരിനെ നമുക്ക് കാണാൻ സാധിക്കും. അത് എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം പാർട്ടിക്ക് അതീതമായി നരേന്ദ്രമോദിയുടെ പൊളിറ്റിക്കൽ സ്റ്റാൻഡിനോട് അല്ലെങ്കിൽ ഒരു രാഷ്ട്ര തന്ത്രജ്ഞൻ എന്ന രീതിയിൽ നരേന്ദ്രമോദിയോട് അങ്ങനെ വരുമ്പോൾ NDA പാളയത്തോട് ശശി തരൂർ സ്വാഭാവികമായ ഒരു അടുപ്പം നമുക്ക് വിസിബിൾ ആവുന്നില്ലേ എന്നാണ്. അദ്ദേഹത്തിന് മോദി സ്നേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തിന് മോദി സ്നേഹത്തെക്കാൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഒരു പഹൽഗാം വിഷയം അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴത്തേക്കും ഡയറക്റ്റ് പ്രധാനമന്ത്രിയുടെ പേരിൽ ഊന്നി പറയാം. അദ്ദേഹത്തെ സൈന്യത്തിലാണ് ഇവിടെ പറയുന്നത്. ഇന്ത്യ എന്നൊരു വികാരം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യ എന്നൊരു വികാരത്തെയാണ് അദ്ദേഹം എവിടെയും മാനിച്ചത്. മാത്രമല്ല അദ്ദേഹത്തിന്റെ മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, ഇത് മാറുമോ ഇല്ലയോ എന്നൊരു ചോദ്യത്തിന്, അതായത് അദ്ദേഹത്തിന്റെ ഗ്രൗണ്ട് പൊളിറ്റിക്സ് കേരളയാണ്. അപ്പൊ കേരളയിൽ സംബന്ധിച്ചിടത്തോളം BJP-യുടെ ഇനിയൊരു വരവ് ഒരുപക്ഷെ വരുമായിരിക്കും, കുറച്ചുകൂടെ പിന്തുണ ഏറുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഒരു ക്രെഡിബിൾ ആയിട്ടൊരു ഇത് വരണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ നിന്നേ ശശി തരൂരിന് സാധിക്കുകയോ അല്ലെങ്കിൽ നേരത്തെ പറയുന്ന കേന്ദ്ര രീതികളിൽ നിൽക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ നീ മോദിയുടെ ഒരു എതിരാളി എന്ന രീതിയിലോ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് മുകളിലോ എന്ന രീതിയിൽ എത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനൊക്കെ സാധിക്കാതെ ശശി തരൂരിന് വേറൊരു വഴിയില്ല. അപ്പം മാത്രമല്ല ഇപ്പോൾ ഇനി മോദിക്ക് പകരമാരെന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പേരുകളുണ്ട്. അമിത്ഷാ ഉണ്ട്, ഇപ്പം അതുപോലെ തന്നെ രാജ്നാഥ് സിംഗ് ഉണ്ട്, ഒരുപാട് പേരുകൾ അവിടെ ഉണ്ട്. മാത്രമല്ല മോദി ഒരു പവറിലായിട്ടാണ് അവിടെ BJP തന്നെ നിലകൊള്ളുന്നത്. അവിടേക്ക് ശശി തരൂരിന് ഒരു എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ കീഴിലായി പോകുമോ എന്നൊരു ചിന്തയും കൂടെ ശശി തരൂർ ഒരു പക്ഷേ ചിന്തിച്ചേക്കാം. അപ്പം ശശി തരൂർ നിലവിൽ കേരള രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ കേരളത്തിൽ നിന്ന് ഒരു എന്താ പറയുക ഒരു അഡ്രസ് ഉണ്ടാക്കി അതിന്റെ ഭാഗമായിട്ട് മാറ്റങ്ങൾ അവിടെ എതിർക്കുന്ന തന്നെ കോൺഗ്രസ്സുകാരല്ലേ. PJ കുര്യൻ മുതിർന്ന കോൺഗ്രസ് നേതാവ് തള്ളി പറയുന്നു, നോമിനിയായിട്ട് പോലും സർവകക്ഷി സംഘത്തിലേക്ക് ശശി തരൂരിനെ നോമിനേറ്റ് ചെയ്യുന്നില്ല, പാർട്ടി അച്ചടക്കത്തിൽ നിൽക്കണമെന്ന് കോൺഗ്രസ് പറയുന്നു. അപ്പോൾ കോൺഗ്രസ് തന്നെയല്ലേ ഇയാളെ. പക്ഷേ റിയാലിറ്റി എന്നാലൊക്കെ ശശി തരൂരിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വം ഉണ്ടെന്ന് നമുക്കിപ്പം ഇപ്പം ആലോചിച്ച് നോക്കിയോക്കൂ. ഇപ്പം BJP-കാരെടുത്തായാലും കോൺഗ്രസിലുള്ളവരെടുത്തായാലും ചോദിച്ചും ശശി തരൂരിന് ഒരു ഇമേജ് പറയുമ്പോൾ ആർക്കും ഒരു എതിരഭിപ്രായം കാണില്ല. അത് ശശി തരൂർ ഒരു മോശം വ്യക്തിയാണെന്ന് ആരും പറയില്ല, കാരണം എല്ലാവരും അംഗീകരിച്ചാണ്. അതാണ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തെക്കാൾ അദ്ദേഹത്തിന്റെ ഇമേജിനെ അദ്ദേഹം കുറച്ചുകൂടി ഇത് കൊടുക്കുന്നുണ്ട്, ഒരു വില കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും ആ ഒരു വിലയുണ്ട്, കാരണം അദ്ദേഹത്തിന്റെ രീതികൾ, അദ്ദേഹം ഒരു എന്താ പറയുക ഒരു ആശയത്തോട് നൽകുന്ന ഒരു സമീപനം, അദ്ദേഹത്തിന്റെ നിലപാടുകൾ അതെല്ലാം തന്നെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് നമ്മളൊരു എന്താ പറയാനാണ് അദ്ദേഹത്തിന് നമ്മൾ ആരും വെറുക്കാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് ഇപ്പം നമ്മൾ പാർട്ടിയിൽ നിന്ന് തന്നെ സ്വയം കുത്തേൽക്കുന്നു എന്ന് പറയുന്നുണ്ട്. എങ്കിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ പറയുന്നില്ല, ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റാൻഡിൽ അദ്ദേഹത്തിന് ഒരു വിലയില്ല. ഇപ്പം കൃത്യമായിട്ട് കാര്യങ്ങൾ അവതരും. ഇപ്പൊ BJP പോലും അംഗീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? BJP-യിൽ നിന്ന് ഇപ്പം ഈ ക്ഷണിതാവായിട്ട് കിട്ടുന്നു. ഇതെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ഉള്ളതുകൊണ്ടാണല്ലോ കിട്ടുന്നത്. അതല്ല കോൺഗ്രസ് എന്നുള്ളൊരു പാർട്ടിയുടെ ഒരു അഡ്രസ്സിലല്ല ശശി തരൂരിലൂടെ കയറിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻ കേസ് ഇനി അദ്ദേഹത്തിന് ഭാവിയിൽ ഒരു സ്വതന്ത്രനായിട്ട് ഇറങ്ങിത്തിരിച്ചാൽ അദ്ദേഹത്തിന് ഗ്രൗണ്ട് സപ്പോർട്ട് ഉണ്ട്. നമ്മളത്
ഇപ്പോഴത്തെ യൂത്തിന്റെ കാര്യം നോക്കിയാൽ മനസ്സിലാവും. കേരളത്തിൽ നിന്നിപ്പം എത്ര പേർക്ക് മറ്റുള്ള നേതാക്കളെ അറിയാൻ പറ്റും. ഇപ്പം നേരത്തെ പറയും ദേശീയ തലത്തിൽ ഇപ്പം രാഷ്ട്രീയം സംസാരിക്കുന്നവർക്ക് ശശി തരൂർ അല്ലാതെ ഒരു ചോദ്യം വന്നാൽ ആർക്കും അറിയണമെന്നില്ല കോൺഗ്രസിന്റെ നേതാക്കളായിരുന്നു. ഇപ്പം കേരളത്തിലെ സാക്ഷരരായ പൂർണ്ണമായി അംഗീകരിക്കുന്നു. ഇപ്പോൾ ഇന്റർനാഷണൽ മീഡിയ ആയിക്കോട്ടെ, നാഷണൽ മീഡിയ ആയിക്കോട്ടെ, ശശി തരൂരിനെ കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന് ഒപ്പീനിയൻസ് എടുക്കുന്നുണ്ട്. ഇതിനകത്ത് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ ഞാൻ പറയുന്നത് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു തരത്തിൽ UN അണ്ടർ സെക്രട്ടറിയെ വർക്ക് ചെയ്തൊരു വ്യക്തി എന്ന നിലയിൽ UN ജനറൽ സെക്രട്ടറി ആവാനുള്ള പൊട്ടൻഷ്യൽ ഒരാൾക്ക് ഇന്ത്യയിൽ സൂപ്പർ പവർ ആവുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനത്തെ, ഞാൻ പറയുന്നത് ഒരു നയതന്ത്ര വിദഗ്ധൻ എന്ന രീതിയിൽ വർക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള ഒരാളെ കേവലം MP ആയി വെച്ചുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെയാണോ, അല്ലെങ്കിൽ സൂപ്പർ പവറായ ഇന്ത്യ UN ജനറൽ സെക്രട്ടറി ആക്കാൻ പോലും കേപ്പബിലിറ്റി ഉള്ള ഇന്ത്യ നയിക്കുന്ന ഭാരത ജനതാ പാർട്ടിയിലേക്ക് പോകുമോ എന്നവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് ശശി തരൂർ ഒരു വ്യക്തിപ്രഭാവം എന്നതിനേക്കാൾ ഉപരിയായി അദ്ദേഹത്തിന് ഫ്യൂച്ചറിൽ നോക്കുന്ന സമയത്ത് അത് BJP-യിലേക്ക് പോകാനുള്ള സാധ്യതകളാണ് കൂടുതൽ. മാത്രമല്ല ശശി തരൂർ മോദിയെ കാണാൻ പോകുന്നു അല്ലെ കണ്ടു എന്നുള്ള വാർത്തകൾ സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. സ്വാഭാവികമായും ഇവർ തമ്മിലുള്ള ചർച്ചകൾ വരുന്നുണ്ട്. ജയശങ്കർ അടക്കമുള്ള വിദേശകാര്യ മന്ത്രിമാരുടെ അദ്ദേഹം ചർച്ചകൾ നടത്തുന്നുണ്ട്. അപ്പം ഇനി വരുന്ന ഘട്ടങ്ങളിലെല്ലാം തന്നെ BJP നേതൃത്വം നൽകുന്ന കുറേ കാര്യങ്ങളിലേക്കാണ് അദ്ദേഹം മാറാൻ പോകുന്നത്. സ്വാഭാവികമായും അതിൽ നിന്നും അദ്ദേഹത്തിന് കുറച്ച് ഇൻഫ്ലുവൻസ് ലഭിക്കില്ലേ? അങ്ങനെ ലഭിച്ചാൽ തന്നെ അദ്ദേഹത്തിന്, ഞാൻ പറഞ്ഞത് ക്യാൻവാസ് ചെയ്തു എന്നല്ല, മറിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരു റെലവേഷൻ തോന്നുന്ന പോലെ പോയി കഴിഞ്ഞാൽ കിട്ടാവുന്ന സാധ്യതകളുമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ പൊട്ടൻഷ്യൽ അനുസരിച്ച് അദ്ദേഹത്തിന് വളർത്താൻ പറ്റുന്ന ഒരു സ്പേസ്, ഒരു മണ്ണ്, വളക്കൂറുള്ള മണ്ണ്, അത് BJP ആണെന്നുള്ള തിരിച്ചറിവിൽ സ്വാഭാവികമായും ശശി തരൂർ പോകാനുള്ള സാധ്യതകൾ 50% മുകളിലാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ വേറൊരു കാര്യം പറ്റേ, നമ്മൾ കാലമാണ് ഒരു രാഷ്ട്രീയ നേതാവ് ഒരു കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. 2008 മുതലാണ് അദ്ദേഹം പ്രവൃത്തി തുടങ്ങിയെങ്കിൽ പോലും കഴിഞ്ഞ 2022 ഈ ഒരു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വരെ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുകയുണ്ടായി. അതായത് ഏറ്റവും ടോപ്പ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു പദവി. അപ്പം ഇത്രയും കാലം കൊണ്ട് അദ്ദേഹം കൊണ്ടുവന്നൊരു, ഇത്രയും കാലം സഹിച്ച്, ഇപ്പൊ മനുജന പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഇത്രയും കാലം ശശി തരൂർ എന്തുകൊണ്ട് കടിച്ചു തൂങ്ങിയത്, അപ്പൊ അത്രയും കാലം നിന്നു. അപ്പം ഏറ്റവും അവസാനം ഒരു ക്ലൈമാക്സിലേക്ക് എത്തുന്നു എന്നൊരു തരത്തിൽ കാര്യങ്ങൾ എത്തുമ്പോൾ ശശി തരൂർ ഇട്ടിറങ്ങി പോകുന്നു തോന്നുന്നുണ്ടോ? അദ്ദേഹം എന്തായാലും കോൺഗ്രസിൽ ഗാന്ധി എന്ന് പറയുന്ന ഒരു സെക്കൻഡ്, അത് പക്ഷെ മാറിയില്ല. ഇപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ എന്നൊരു പേര് വന്നിട്ടുണ്ടല്ലോ അവിടെ, ആ ഗാന്ധിയൻ കുടുംബത്തിൽ നിന്ന് മാറി. അപ്പം മാറ്റങ്ങൾ ചിലപ്പോൾ ശശി തരൂരിലൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേർ ചിലപ്പോൾ അതിനകത്തുണ്ടെങ്കിലോ, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഇങ്ങനെ പരസ്യമായിട്ട് പറയുന്നതിൽ പോലും ശശി തരൂരിനെ അനുകൂലിക്കുന്നവരും അവിടെ ഒരു പക്ഷത്തുണ്ട്. അതുകൊണ്ട് തന്നെ ശശി തരൂർ വഴി കോൺഗ്രസിലേക്ക് ഒരു മാറ്റം ഉണ്ടായാലും നമുക്ക് അതിനെക്കുറിച്ച് തള്ളി പറയാൻ പറ്റില്ല. ശശി തരൂരിലൂടെ ഒരു പക്ഷേ കോൺഗ്രസ് മാറിയാലോ ആ ഒരു ഹോപ്പാണ് ഇവിടെയുള്ള കോൺഗ്രസിലെ നേതാക്കൾക്ക് അടക്കമുണ്ടെന്ന് പറഞ്ഞാൽ കുറ്റം പറയാൻ പറ്റുമോ? നാളെ ഒരു കാലത്ത് ഇപ്പോൾ പറയുകയാണ് രാഹുൽ ഗാന്ധി, ഇപ്പം നമ്മൾ പ്രധാനപ്പെട്ട ഓപ്ഷനുകളെല്ലാം മാറ്റി നിർത്തുക, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, അങ്ങനെ പ്രധാനപ്പെട്ട പേരുകളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ അന്തരീക്ഷത്തിൽ ഉയർന്നു വരുന്ന പേരാണ്, അതായത് കേരളീയ അതായത് കേരളത്തിന്റെ കോൺഗ്രസ് എത്രത്തോളം സ്വാധീനമുണ്ട് ഹൈക്കമാൻഡിൽ നമുക്കറിയാം. അപ്പൊ അവിടെ നിന്ന്, ആ മണ്ണിൽ നിന്ന് വരുന്ന ഒരു ശശി തരൂരിന് അത്രത്തോളം വിലയും കിട്ടുന്നുണ്ട്. അതുവഴി അദ്ദേഹത്തിന് ഇപ്പം നാഷണൽ തലത്തിൽ കുറച്ചുകൂടി ഒരു അക്രഡേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണെങ്കിൽ ശശി തരൂരിനെ മുന്നോട്ട് വെച്ച്, നമ്മൾ ഇതിന് മുന്നേ ചർച്ച പറഞ്ഞ പോലെ ശശി തരൂരിനെ മുന്നോട്ട് വെച്ച് ഞങ്ങൾ കോൺഗ്രസ്സുകാരുടെ ഒരു സംഭാവന എന്ന രീതിയിൽ ലോകത്തിന് മുന്നിൽ ഭാരതത്തെ കാണിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ ശശി തരൂർ എന്നല്ല അവർ പറഞ്ഞത്. ശശി തരൂരിന് പകരം വേറെ 4 പേരെ നോമിനേറ്റ് ചെയ്യുന്നു. അതിൽ അവരെ 3 പേരെ പോലും കോൺഗ്രസിന്റെ കൊടുത്ത ആൾക്കാരെ എടുക്കുന്നില്ല, ശശി തരൂരിനെ എടുക്കുന്നു. അത് BJP ഡയറക്ട്ലി പിക്ക് ചെയ്തതാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന ശരത് എന്തായാലും ഇത് കണ്ടറിയേണ്ട ഒന്ന് തന്നെയാണ്. മാത്രമല്ല ഇതിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ നിലപാടുകൾ അവർ എടുത്തപ്പോൾ പോലും ശശി തരൂർ ഇതിനെ ഹാൻഡിൽ ചെയ്ത രീതി, ഒരിക്കൽ പോലും അതിനെ ഒരാളെ പോലും പിൻ പോയിന്റ് ചെയ്തൊരു കുറ്റപ്പെടുത്താത്ത രീതിയിൽ അദ്ദേഹം ഭയങ്കര, ഈ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ട രീതിയാണ്. അദ്ദേഹം എത്രത്തോളം താത്വികമായിട്ടാണ് ഇതിനകത്ത് കൊണ്ടുപോകുന്നത്. പാർട്ടിയും സർക്കാരും തമ്മിലാണ് പ്രശ്നം, ഞാൻ അതിനകത്തില്ല എന്ന രീതിയിലാണ്. പാർട്ടി എപ്പോഴും വേറെ ആള്, ഇപ്പം നമുക്ക് ഈ പാർട്ടിയെ നിയന്ത്രിക്കുന്ന ആളുകളാണ്, അത് വേറെ വഴിയില്ല. ഇപ്പം ശശി തരൂരിന് കോൺഗ്രസ് എന്ന ലേബൽ അനിവാര്യമാണ്. അദ്ദേഹത്തിന്റെ നെഞ്ചിലെ നമുക്കറിയാം ഒരു ഫ്ലാഗ് ഉൾപ്പെടെയുള്ള കുത്തിക്കൊണ്ടാണ് വരുന്നത്. അപ്പൊ അത്രയും അദ്ദേഹത്തിന് ചിലപ്പോൾ പാർട്ടിയോടൊക്കെ ഒരു അനുഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇട്ടിറങ്ങിയിട്ട് പോകുന്ന തോന്നില്ല. അദ്ദേഹത്തിനും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവായിരിക്കും ഒരു നാളെ ഒരു മാറ്റം ഉണ്ടാകും. എല്ലാ കാലവും ഒരുപോലെ പിടിച്ചു നിൽക്കുന്ന ആൾക്കാരായിരിക്കുമല്ലോ. ചിലപ്പോൾ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കും മനോജ് പറയുന്നത് പോലെ.